കടകംപള്ളി വാർഡിൽ കൗൺസിലർ ജയ രാജീവ് മുൻകൈയെടുത്ത് നമ്മുടെ സബൈൻ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനും എം ഡിയുമായിട്ടുള്ള ഡോക്ടർ സബൈൻ ശിവദാസ് അതിൻ്റെ മുഴുവൻ ചെലവുകളും വഹിക്കുന്ന തരത്തിലുള്ള ഒരു വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏറെ സന്തോഷമുണ്ട്. കാരണം എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നത്. ഇവിടുത്തെ ഓമനക്കുട്ടൻ എന്നു പേരുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ സ്വന്തമായിട്ട് ഒരു അടച്ചുറപ്പുള്ള വീടില്ലാത്ത സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കൗൺസിലറും ഈ പ്രദേശത്തെ എല്ലാവരുടെയും ആശ്രയമായിട്ടുള്ള സബൈൻ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ സബൈൻ ശിവദാസും ചേർന്നുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു സംരംഭത്തിന് തീരുമാനമെടുത്തിട്ടുള്ളത് വളരെ സ്തുത്യർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാനിതിനെ കാണുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിയമം മൂലം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ധാരാളം ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആലംബഹീനരായിട്ടുള്ള ആളുകൾക്ക്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് സഹായഹസ്തവുമായിട്ടെത്തുന്നു. അങ്ങനെയൊരു സഹായഹസ്തം ഇവിടെ നീട്ടിയിട്ടുള്ള ഡോക്ടർ സബൈൻ ശിവദാസിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഇവിടെ അതിന് മുൻകൈയെടുത്ത ജയ രാജീവിനെ അഭിനന്ദിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പിന്തുണ നൽകുന്ന ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം. വീടില്ലാത്ത ഒരു ആളെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. അന്ന് തന്നെ ഇവിടെ വന്ന് ഓമനക്കുട്ടൻ്റെ വീട് സന്ദർശിക്കുകയും അത് കണ്ടപ്പോൾ സഹതാപം തോന്നി. ഒരു തകരം, വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു തകരം വെച്ചുള്ള ഷെഡ് അത് കണ്ട് ഞാൻ ജയെടുത്ത് പറഞ്ഞ് ഈ വീടിൻ്റെ ചിലവ് കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുത്തോളാം. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായ ജൂലൈ 13-നാണ്. അതുമായിട്ട് അനുബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനെ നമുക്ക് തുടങ്ങാമെന്ന് പറയുകയും ചെയ്യുക. ഉടനെ തന്നെ അത്ര ഫാസ്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ പഴയ വീട് ഡിമോളിഷ് ചെയ്തു. എത്രയും പെട്ടെന്ന് നമുക്ക് കല്ലിടാനൊരു ദിവസം തീരുമാനിച്ച് ഇന്ന് ആ ഒരു കർമ്മം കഴിയുകയും ചെയ്തു. ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യം അവതരിപ്പിക്കുകയും അത്ര എഫക്റ്റീവായിട്ട് പറയുകയും എന്നെ കൊണ്ട് കാണിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിന് പ്രത്യേകം ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജയയുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ച നമ്മുടെ MLA മുരളീധരൻ സാറ്, അതുപോലെ പണ്ട് നാട്ടുകാരും ഇതിനെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കി താക്കോൽ ദാന കർമ്മം നടത്താനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും തീരുമാനവും. അത് നടക്കട്ടെ എന്ന് ഞാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. ഏതായാലും നമുക്ക് ഇത്ര നല്ലൊരു കൗൺസിലർ ഇവിടെ കിട്ടിയതിൽ നമുക്കെല്ലാം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വാർഡുമാണ്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മഹനീയ മുഹൂർത്തത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ജയചേച്ചിയുടെ ജയചേച്ചി ഇനിഷ്യേറ്റീവ് എടുത്തൊരു കാര്യത്തിൽ, ജയചേച്ചി എന്ന് പറഞ്ഞാൽ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു സൂപ്പർ വുമൺ തന്നെയാണ് ജയചേച്ചി. ഒരുപാട് കാര്യങ്ങൾ മോടി നടന്ന് ചെയ്യുന്നതിന് യാതൊരുവിധ മടിയുമില്ല. എന്ത് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാലും അത് ജനങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനപ്രതിയാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ അഭിമാനമാണ് ജയചേച്ചി എന്ന് പറയുമ്പോൾ. അപ്പോൾ ജയചേച്ചിയുടെ വാർഡിൽ, കാരണം നേരത്തെ സാറ് സൂചിപ്പിച്ചു, നമ്മുടെ ഹോസ്പിറ്റലിൽ MD സൂചിപ്പിച്ചു,
ഇന്ന് ജയിച്ചേച്ചി അങ്ങോട്ട് ചെന്നാണ് പറഞ്ഞത്. ഇങ്ങനൊരു പാവപ്പെട്ട ഒരാളുണ്ട് ചേട്ടൻ പേര് വന്നിട്ട് ഓമനക്കുട്ടൻ ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് ജയിച്ചേച്ചി അങ്ങോട്ട് ചെന്ന് പറഞ്ഞതാണ്. സ്വന്തമായിട്ട് നമുക്ക് വീടെന്ന് പറയും നമുക്കറിയാം, അടച്ചുറപ്പുള്ള വീട്, വെയിലും മഴയും കൊള്ളാതെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു വീട് വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രത്യേകിച്ച് ജയിച്ചേച്ചിയിലൂടെ സാധിച്ചതിന് ഒരുപാട് സന്തോഷം തോന്നുന്നു. നമുക്കൊക്കെ ഒരു വിഷമം എന്ന് പറയുന്നത് വേറൊന്നുമില്ല. നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ മുമ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സർക്കാർ ഒരു ലോഗോയുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാത്തത് കാരണം പല പാവപ്പെട്ട ആളുകൾ നിരവധി തവണ ഇപ്പോൾ നഗരസഭയിലും ഒക്കെ തന്നെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. പുതിയ സർക്കാർ വരുമ്പോൾ അവരെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ ചെയ്ത പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നമുക്ക് നിരവധിയായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നത് പുതിയ സർക്കാരെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുവരെ നമുക്ക് ഇതുപോലെ ജനപ്രതിനിധികളൊക്കെ തന്നെ സമത്വമാക്കി സാറിനെ ഒരുപാട് സഭയെ ആസ്വദിക്കുക. അതായത് സാറിനൊക്കെ ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ നിന്ന് അവർക്കൊരാവശ്യമെന്ന് പറയുമ്പോൾ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടി സഹായിക്കാൻ ഇറങ്ങിയതിലും ഒരുപാട് സന്തോഷം. അതുവരെ നമുക്ക് ഇങ്ങനത്തെ CSR ഫണ്ടൊക്കെ തന്നെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനീഷ്യേറ്റീവൊക്കെ ജയിച്ചേച്ചിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാതെ വീണ്ടും ഇനി ഒരു കൗൺസിലർ കെയർ പദ്ധതി പ്രകാരം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ജയിച്ചേച്ചിയുടെ ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ വീടെന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്, അതല്ലാതെ ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഒരുപാട് സന്തോഷമുണ്ട് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക്. നമ്മുടെ വാർഡിലെ കുറേ പ്രശ്നങ്ങൾ കണ്ടെത്തി. പക്ഷേ എത്രയും വേഗം ഞാനൊരു കൗൺസിലറായി 7 മാസം ആകുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലൊരു വീടിന് തറക്കല്ലിടുന്ന ഒരു ചടങ്ങിന് ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു. അതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ സവൈൻ സാറിനാണ്. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ ഉടനെ ഒരു 2 മണിക്കൂറിനകത്ത് സാർ ഇവിടെ വന്നു, വീട് കണ്ടു, വേറെ ഒന്നും പറഞ്ഞില്ല. പണി തുടങ്ങിക്കോളൂ, നമുക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് അത് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം സാറിന് വേണമെങ്കിൽ തരാതിരിക്കാം, പക്ഷേ അങ്ങനെയല്ല. സാധാരണ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ സവൈൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് 1 വർഷമായത്. പക്ഷേ ഇവിടുത്തെ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാണാനുള്ള ഒരു മനസ്സുകൂടി സാറ് കാണിച്ചു. പക്ഷെ നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ഒരുപാട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു ശൗചാലയം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. നിരവധിയായിട്ട് സാരിയും ടാർപ്പാളം ഉൾപ്പെടെ മറച്ച് കെട്ടിക്കൊണ്ട് ഉപയോഗിക്കുന്ന ശൗചാലയങ്ങളാണ് നമ്മുടെ വാർഡിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വീടിൽ ടാർപ്പാളം മൂടിയ വീടുകളുണ്ട്, പൊളിഞ്ഞ് മഴ ചോരുന്ന ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. പക്ഷേ അതിലെല്ലാം ഉപരി ഒരു വീട്, ഒരാളിനൊരു കുടുംബത്തിന് നമുക്കൊരു ഇവിടെ ഡെപ്യൂട്ടി സൂചിപ്പിച്ചതുപോലെ മഴ നനയാതെ, മഴ ചോരാതെ നമുക്കൊരു വീട് വയ്ക്കാൻ കഴിഞ്ഞത് അതൊരു അഭിമാനമായിട്ട് തന്നെ കാണുകയാണ്. എൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും എല്ലാവരുടെയും അനുഗ്രഹവും വരും ദിവസങ്ങളുണ്ടാകണം. ഇനിയും കൗൺസിലർ കെയറിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ് ഇന്ന് സഫലമാകുന്നത്.